ഹലോ, വെൽക്കം ടു വിപിനം. അപ്പോൾ ഞങ്ങളിന്ന് രാത്രി പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ ചക്ക വാങ്ങാനാണ്. ഞങ്ങൾക്ക് രാത്രി 10-10:30 ആയപ്പോൾ ഒരു ചക്ക തിന്നാനൊരു കൊതി വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വിട്ടു. അജ്മാൻ റാഷിദിയിലുള്ള ലുലുവിലേക്കാണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മെല്ലെ ലുലുവിലേക്ക് എത്തി. ലുലുവിലേക്ക് എത്തിയ സമയത്ത് അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്കേൻ്റെ ഈ ഓഫേഴ്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത്ര തിരക്ക്. അപ്പോൾ അമ്മണിക്ക് നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മുകളിൽ പോയി ചക്ക നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ചക്കയുടെ സെക്ഷനിലെത്തി. കണ്ടില്ലേ, ചക്കയുടെ വെറൈറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ ഇടിയൻ ചക്കയുണ്ട്, കുറേ ഇടിയൻ ചക്കയുണ്ട്, പിന്നെ പീസായിട്ട് കൊടുത്തിട്ടുണ്ട് കുറേ. ഞങ്ങൾ സാധാരണ ചക്ക സീസൺ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ചക്ക വാങ്ങിയിട്ട് അത് ഹാഫ് എടുത്തിട്ട് പുഴുക്കായിട്ട് വെക്കും, ചക്കുരു എടുത്തിട്ട് കറി വെക്കും, ബാക്കി വരുന്നത് പഴുപ്പിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പീസ് നോക്കിയതാണ്, റേറ്റൊക്കെ കൂടുതലാണ്. അങ്ങനെ അമ്മണിക്ക് ടെൻഡർ കോക്കനട്ട് എടുത്തു. കണ്ടില്ലേ, ചക്കയ്ക്ക് വരുന്നത് കിലോ 12.95 ദിർഹംസാണ് ഒരു കിലോയ്ക്ക് വരുന്നത്. ഞങ്ങൾ കണ്ട ചക്ക ഇതാണ്. ചെറിയൊരു ചതവ് ഉണ്ടായിരുന്നു, എല്ലാ ചക്കയ്ക്കും ഉണ്ടാ ചതവ്. പക്ഷെ അങ്ങനെ നോക്കി നമുക്ക് കിട്ടില്ല. കൂട്ടത്തിൽ നല്ലവണ്ണം നോക്കിയെടുത്താണ്, ചെറിയ ചക്ക നോക്കിയെടുത്താണ്. അപ്പം അത് വെയിറ്റ് നോക്കണം. വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും കോപ്രായം കാണിക്കണം അമ്മയ്ക്ക്. വെയിറ്റ് ഒരു 11 കിലോ 12 കിലോ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 81.20 ദിർഹംസാണ്. നാട്ടിലൊരു 2000 രൂപയുടെ വരും. അങ്ങനെ ചക്കയൊക്കെ വാങ്ങി പാക്കാക്കി നമ്മൾ ജ്യൂസിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ABC ജ്യൂസ് കണ്ടു. ABC ജ്യൂസ് ഇങ്ങനെ നോക്കി റേറ്റൊക്കെ നോക്കി. ഫ്രഷ് ജ്യൂസിൻ്റെ കുറേ വെറൈറ്റീസ് കണ്ടു. മാംഗോസിൻ്റെത്, അതുപോലെ തന്നെ അവക്കാഡോ, അങ്ങനെ കുറേ ജ്യൂസസ് കണ്ടു. പിന്നെ മിൽക്ക് സെക്ഷനിൽ പോയപ്പം ക്യാമലിൻ്റെ മിൽക്ക് കണ്ടു. അപ്പോൾ റേറ്റ് നോക്കിയപ്പോൾ എൻ്റെ അമ്മ 22 ദിർഹംസ് 23 ദിർഹംസ് ഒക്കെ വരുന്നത്. അപ്പം ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു 6 ദിർഹംസിൻ്റെ ഒരു ചെറിയ ബോട്ടിലെടുത്തു. അങ്ങനെ അതെടുത്ത് ഞങ്ങൾ മെല്ലെ നടന്നു. ഇപ്പോൾ തന്നെ സമയം രാത്രി 11 മണിയായി. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോയിട്ട് ചക്കയും വെച്ചിട്ട് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ചിക്കനാണ് വാങ്ങിയത് ലാസ്റ്റ്. അങ്ങനെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് ചെന്നു. അവിടെ മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രാഞ്ച് നടന്നു. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ചിപ്സിൻ്റെ സെക്ഷനിലേക്ക് ചെന്നു. ചിപ്സിൻ്റെ സെക്ഷൻ വന്നപ്പോൾ അവൾക്ക് ഒരു ചിപ്സ് എടുത്ത് കാണിച്ചെന്ന് മോള്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഭയങ്കര സ്പൈസിയാന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ചതുപോലെ തന്നെ അങ്ങനെ വെച്ചു. സ്പൈസി ഞാൻ കഴിക്കില്ല അവൾ. അങ്ങനെ താഴത്തേക്ക് ചെന്നപ്പോൾ അത് അവർക്ക് കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കളിച്ചു. ഞാൻ കളിയാക്കി, പക്ഷെ അവർക്ക് കിട്ടിയിട്ടാ, ഒരു ചോക്ലേറ്റ് കിട്ടി. പിന്നെ വീട്ടിൽ ചക്ക മഹാനെ കൊണ്ട് ഹാളിൽ കിടത്തിയിട്ടുണ്ട്. ഇനി അതിനൊന്ന് മുറിക്കണമെങ്കിൽ അമ്മ വരണം. അമ്മയാണ് ചക്കയൊക്കെ മുറിക്കുക. അപ്പോൾ കത്തി വെച്ചിട്ട് മുറിക്കാൻ നോക്കി. കുറച്ച് നല്ല കട്ടിയുണ്ട്, എന്നാലും ലാസ്റ്റ് മുറിച്ചു. കുഞ്ഞി ചുളകളാട്ടോ. നല്ല അത്യാവശ്യം ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്കത് വേവിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പീസാക്കി അത് വീട്ടിലിഷ്ടം പോലെ ചക്കയുണ്ട്. പക്ഷെ നമുക്ക് ആ സമയത്ത് അത് വീട്ടിലുള്ളതുകൊണ്ട് ഒരു വിലയില്ല. ഇവിടെ UAE വന്നിട്ട് 12,000 രൂപയ്ക്ക് ചക്ക വാങ്ങി തിന്നാണ്. അവിടെ ഉള്ളപ്പോൾ ആർക്കും വേണ്ട, ഒരു വിലയില്ല. പഴുത്തതും വേണ്ട, പച്ചയും വേണ്ട. ഇപ്പോൾ കഷ്ടപ്പെട്ട് പച്ചയും തിന്നുന്നു, പഴുത്തതും തിന്നുന്നു. ചക്ക കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾ ക്രിക്കറ്റ് കാണുന്നുണ്ട്, അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മണിയാണെങ്കിൽ മത്സരിച്ച് നുറുക്കും തിന്നാണ്, കളിയും കാണാണ്, ചക്കയും തിന്നുന്നുണ്ട്. എന്താവോ എന്തരോ. ചക്ക നന്നാക്കാൻ വലിയ പ്രവൃത്തി പരിചയമുള്ളത് കൊണ്ട് ഞാൻ നന്നാക്കുന്നുണ്ട്. വായിലേക്കും വെക്കുന്നുണ്ട് ചക്കച്ചോള. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നു. ഒരു ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ഇട്ടു അതിലേക്ക്. ഈ കൂട്ടം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം വഴണ്ടി വരണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോഴേക്ക് ഒരു ചട്ടിയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഈ പാകമായ കൂട്ടിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച പൊടികളില്ലേ, അത് ചേർത്ത് നല്ലോണം റോസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല ഡ്രൈ ആക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ ഇടുക. ഒരു ടൊമാറ്റോ ആണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ
അത് നല്ലോണം ഒന്ന് നീരൊക്കെ ഇറങ്ങി ഒന്ന് വഴണ്ടി വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ചക്ക ആയതുകൊണ്ട് കുറച്ച് ചാറ് വേണം, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ പിന്നെ കുറച്ച് പൊട്ടറ്റോയും കൂടി ഇട്ടു. കുറച്ച് എരിവ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ ഇട്ടു. പിന്നെ ചക്കയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ഒക്കെ ചേർത്ത് അരച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും ചക്ക അരിഞ്ഞ് റെഡിയായി. അപ്പോൾ ചക്കയിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയിലേക്ക് പച്ച വെളിച്ചെണ്ണയും കുറച്ച് മല്ലിയില വിതറിയിട്ടുണ്ട്. ചക്ക കുക്കറിലേക്ക് വെച്ചിട്ട് ചക്കയ്ക്ക് ഒരു 2-3 വിസിൽ, മാക്സിമം 2 വിസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചക്ക വെന്തു. ചക്ക വെന്തിട്ട് എൻ്റെ അരപ്പ് ചേർക്കുകയാണ്. അത് കുഴയ്ക്കാനുള്ള ബലം ഇല്ലാത്തത് കൊണ്ട് അമ്മയെ വിളിച്ചു. അമ്മയോട് കുഴച്ച് മിക്സ് ആക്കാൻ പറഞ്ഞു. അമ്മ ഇങ്ങനെ കുഴകട മിക്സ് ആക്കുകയാണ് ചക്ക. അങ്ങനെ അമ്മ ഇതൊരു കുഴച്ചൊരു പരുവമാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാ ഐറ്റംസും എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തർ ഓരി കൊടുക്കുകയാണ് അമ്മ. ആദ്യം മിസ്റ്റർ ഹസ്ബൻഡിന് കൊടുത്തു, പിന്നെ മകൾക്ക് കൊടുക്കാൻ, മകൾ കരയുന്നുണ്ടായിരുന്നു, മകൾക്കും കൊടുത്തു. നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ചക്ക. എന്തൊരു ഭംഗിയല്ലേ ചിക്കൻ കറി ഇങ്ങനെ ചക്കയിലേക്ക് ഒഴിക്കുന്നത്. ചിക്കൻ കറി ചക്ക നല്ല കോമ്പിനേഷൻ. ഓക്കെ, അവളുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അത്രയും ഇഷ്ടമാണ് അവൾക്ക് ചക്ക. ഞാൻ അവളോട് ഒരു ചക്കയാണോ ബിരിയാണിയാണോ മോളെ ഇഷ്ടം, അവളോട് ചക്കയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ആസ്വദിച്ച് കുട്ടി കഴിക്കുന്നുണ്ടായിരുന്നു ചക്ക. അമ്മയും കഴിച്ചു, അങ്ങനെ ഞാനും കഴിച്ചു. ഞങ്ങളുടെ വേറെ എല്ലാം നിറഞ്ഞു. 10-12 മണിയായി. ഇപ്പോൾ രാത്രി 12 മണിക്കാണ് ചക്ക തിന്നുന്നത്. ഞങ്ങൾ 12-12:30 ആയിട്ടുണ്ടാവും ചക്ക തിന്നുമ്പോൾ. അങ്ങനെ ഈ ചക്കയും ഞങ്ങൾ വെട്ടി വിഴുങ്ങി രാത്രി ആമാശയത്തിന് പോലും റെസ്റ്റ് കൊടുക്കാതെ ഞങ്ങൾ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കണ്ടില്ലേ എൻ്റെ മകളുടെ സന്തോഷം, ചക്കക്കൂട്ടാൻ കണ്ട സന്തോഷം. അങ്ങനെ അവൾക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്. താങ്ക് യു. വീണ്ടും വരാം. ബൈ.